ഹലോ, ഗുഡ് ഈവനിങ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ 10/2/25 കഥ. കറണ്ടില്ലാത്തതുകൊണ്ട് ലേറ്റായി കഥ പറയാൻ, സോറി. അപ്പോൾ കഥ പറയാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തി നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, അപ്പോൾ കഥ തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ നമ്മുടെ രേവതിയുടെ കയ്യിൽ വർഷ കാശ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും. പിന്നെ എല്ലാവരുടെയും ജോലി ചേച്ചി ചെയ്യുന്നില്ല, ചേച്ചിയുടെ വിലയ്ക്ക് ജോലിക്ക് ആരും ഒന്ന് മാനിക്കുന്ന പോലും ഇല്ല, ചേച്ചിക്കും ആവശ്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ 2000 രൂപ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ അത് നമ്മുടെ രേവതി ഒരുപാട് വല്ലാണ്ട് ഒരു കുറച്ചിലായി പോകും അവൾക്ക്. അപ്പോൾ മറ്റൊരു ചന്ദ്രമതിയും മരുമകളും കൂടെ അപ്പുറത്ത് നിന്ന് ചിരിക്കുകയാണ്. കാരണം അങ്ങനെ പറയാതെ ഇവിടെ ജോലിക്കാരിയാക്കി എന്നുള്ള ഒരു ഇതിലാണ് ചിരിക്കുന്നത്. അപ്പോൾ പറയും, അതെങ്ങനെ രേവതി ചേച്ചി ജോലിക്കാരിയാവുന്നത്? ഇപ്പോൾ അന്ന് ശ്രുതി ചേച്ചി അമ്മയ്ക്ക് 5000 രൂപ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് തന്നല്ലോ, അപ്പോൾ അത് അമ്മ ജോലിക്കാരിയായിട്ടാണോ തന്നേ എന്ന് വർഷ ചോദിക്കും. വർഷ പറഞ്ഞത് ന്യായം. അപ്പോൾ പറയും, ആണോ എന്നാണ് ചന്ദ്രമതി കണ്ണൂരിട്ടുമ്പോൾ, അല്ലല്ലല്ല, ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ അമ്മയ്ക്ക് പൈസ കൊടുത്തത് എന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ ചേച്ചിക്ക് പൈസ കൊടുത്തത്, അല്ലാണ്ട് വേലക്കാരിയായിട്ടാണോ കൊടുക്കുന്നത്? ചേച്ചി എല്ലാ ജോലിയും കൂടെ എല്ലാവർക്കും കണ്ടറിഞ്ഞ് ജോലികൾ ചെയ്യുന്നുണ്ട്, ആരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആ ഒരു ഇതായിട്ടാണ് കൊടുത്തതെന്ന് അറിയാം. അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞ് കണ്ണിങ്ങനെ ഇതായി നിൽക്കുകയാണ്. അപ്പോൾ പറയും, നീ എനിക്ക് എന്നെ എന്നിങ്ങനെ പറയുമ്പോൾ മുഴുവൻ പറയാൻ കിട്ടുന്നില്ല വിഷമം കൊണ്ട്. അപ്പോൾ ചേച്ചി അതിന് ഇത്ര വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി അവിടെ ഇരുന്നോട്ടെ, ചേച്ചിക്ക് ആവശ്യങ്ങൾ വരും. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിക്ക് ആരെങ്കിലും ഒന്നും തരുന്നില്ലല്ലോ, പിന്നെ സച്ചേട്ടനാണ് തരുന്നത്, അങ്ങേരും ഒന്നും തരുന്നില്ലല്ലോ. പറയുമ്പോൾ ശ്രുതി പറയുക, അങ്ങേർക്ക് കുടിക്കാൻ തന്നെ തികയുന്നില്ല, എന്നിട്ടല്ലേ ഇപ്പോൾ രേവതിയുടെ കാര്യത്തിന് കാശ് കൊടുക്കുന്നത് എന്ന് പറയുക. അതൊക്കെ അവൾക്ക് കുറച്ചിലായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ശ്രുതി, നമുക്ക് ഇവിടുന്ന് പോവാം, ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് അവൾ കാശ് മേടിക്കും, നമ്മളുടെ ജോലികളൊക്കെ ചെയ്തതിന് നമ്മളുടെ അടുത്ത് നിന്ന് അവൾ കാശ് മേടിക്കും, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് പറയും ശ്രുതി. എന്തുകൊണ്ടാണ് എൻ്റെ തുണികളൊന്നും വാഷ് ചെയ്യാത്തതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്, ഞാനൊന്നും കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അപമാനിക്കാമോ അങ്ങനെയൊക്കെ ഈ പാവത്തിൽ നിന്ന് അപമാനിക്കുക കേട്ടോ. അവൾ നിന്നിങ്ങനെ കരയും, അത്രയും വിഷമത്തോട് കൂടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ വർഷ ബെഡിലിരുന്നിട്ട് ഇങ്ങനെ നെയിൽ പോളിഷ് ഇടാവും. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് വരും. ശ്രീകാന്ത് അങ്ങോട്ട് വരുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ഇങ്ങോട്ട് ചൂടാകും. ശ്രീകാന്ത്, എനിക്ക് തലവേദനിക്കുന്നു, വേഗം ഒരു ചായ ഇട്ട് തരൂ എന്ന് പറയും ഭർത്താവിനോട്. അപ്പോൾ അവൾ, നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് പറയും. ഞാനെന്താ ചെയ്തതെന്ന് ചോദിക്കും വർഷ. നീ എന്തിനാണ് രേവതി ചേച്ചിക്ക് കാശ് കൊടുത്തതെന്ന് ചോദിക്കും. അത് ഞാൻ വെറുതെ പോക്കറ്റ് മണി കൊടുത്തത്. നീ എന്താ രേവതി ചേച്ചിക്ക് കാശ് കൊടുത്ത് ഇവിടുത്തെ വേലക്കാരിയൊക്കെ എനിക്ക്? വേലക്കാരിയോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയും. പിന്നെ നീ എന്താ വിചാരിച്ചത്? നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്ന മരുമകളാണ് രേവതി ചേച്ചി, ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്, നീ അവരെ കാശ് കൊടുത്ത് കൊച്ചാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ശ്രീകാന്ത് ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഞാൻ കൊടുത്തു, എല്ലാവരും ഈ ശ്രീകാന്ത് നീയും കൊടുക്കേണ്ടതാണ് പൈസ. അവരുടെ ആവശ്യങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് ആവശ്യങ്ങളില്ലേ, അത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ അതിൽ നിന്ന് കിട്ടുന്നു. അവർ ഈ രാവും പകലും ഒക്കെ ഇവിടെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഒരു 10 രൂപ കൊടുക്കുന്നുണ്ട്. ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ എന്നറിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിൻ്റെ മുന്നേ, സംസാരിക്കേണ്ട മുന്നേ ഒന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ കുറേ ചീത്ത അറിയും. അപ്പോഴും അവളൊരു പൊട്ടത്തിയെന്ന് തോന്നുന്നു. അത് പിന്നെ അപ്പോഴും അവൾ പറയുന്നത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല കൊടുത്തത് എന്നൊക്കെ ഇവളും പറയുന്നുണ്ട്, വർഷയും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സ്റ്റണ്ടാവും. നീ എന്നോട് സംസാരിക്കാനേ പോകരുതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പറയും, എനിക്ക് തലവെച്ചിട്ട് ഞാൻ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അവൾ ലൈറ്റ് ഇടും. നീ കിടന്നു അതിനെന്തിനാ ലൈറ്റ് ഓഫ് ആക്കണമെന്ന് വെച്ചിട്ട് വർഷ അങ്ങനെ ലൈറ്റ് ഇടും, ഓഫാക്കും, അങ്ങനെ ഒരു ഇത്. അപ്പോൾ അവസാനം അവന് ദേഷ്യം വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ രേവതി ഇങ്ങനെ തുണി നിന്നിങ്ങനെ ആകെപ്പാടൊരു നിർവികാരമായ അവസ്ഥയിൽ നിന്നിട്ട് തുണി മടക്കുകയാണ്. തുണി മടക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെല്ലും. നീ എന്താന്ന് ഏത് നേരം നോക്കിയാലും നിനക്ക് പണിയാണോ എന്ന് ചോദിച്ചിട്ടാണ് സച്ചി കയറി ചെല്ലുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. ഞാൻ ചോറ് ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ ഞാൻ മേശയുടെ മുകളിൽ വിളമ്പി വയ്ക്കണം വയ്ക്കുമ്പോൾ, വേണ്ട ഞാൻ ഭക്ഷണം കഴിച്ചു, നീ കഴിച്ചില്ലേ എന്ന് വയ്ക്കുമ്പോൾ പറയും. അപ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ എന്താ നിനക്ക് പറ്റി അറിയുമ്പോൾ ടേബിൾ അങ്ങനെ മേശ ഡ്രോ തുറന്നിട്ട് അതിന് 2000 രൂപ എടുത്ത് കൊടുക്കുക. കാശോ ഇത് എവിടുന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇത് പിടിക്കുകയെന്ന് പറയും. ഇത് എവിടുന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ഈ ശമ്പളം കിട്ടിയത് അറിയും. നീ അത്രയ്ക്ക് പൂ കെട്ടി കൊടുത്തോ എന്ന് ചോദിക്കും. പൂ കെട്ടിയിട്ടല്ല, ഈ വീട്ടിലെ ജോലി ചെയ്തിട്ട് എനിക്ക് ശമ്പളം തന്നത് അറിയും. അപ്പോൾ നീ വീട്ടിലെ ജോലി ചെയ്തിട്ട് ആരാ നിനക്ക് ശമ്പളം തന്നത്? അതാരും ആയിക്കോട്ടെ, എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് ഇവിടുത്തെ വില, എനിക്ക് എത്ര വിലയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ഇവളങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ്. അപ്പോൾ പറയും, ഞാൻ മറ്റവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പൂകെട്ടലാണ് ഏറ്റവും വലിയ ജോലി എന്ന് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ വിഡ്ഢിയാണ്, പൂകെട്ടലിനൊന്നും ഒരു വിലയില്ലാന്ന് എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലായി എന്നൊക്കെ പറയും. നീ എന്താ ഈ പൂക്കെട്ടും പോലെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നത്?
നീ കാര്യം പറയും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ആരാ നിനക്ക് ഈ പൈസ, നിന്നെ ആരെ വില ഇല്ലാതാക്കിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും വർഷയാണ് പൈസ തന്നത്, പക്ഷെ അവൾ എന്ത് ഉദ്ദേശത്തിലാണ് എനിക്കിത് തന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്കത് ഭയങ്കര കുറച്ചിലായെന്നൊക്കെ അവൾ സങ്കടത്തോടു കൂടി പറയും. എനിക്കൊരു വിലയില്ല സച്ചേട്ടാ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. അങ്ങനെ ആ പൈസ സച്ചി അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, വർഷയുടെ ഭാഗം സൈഡ് പറയരുത്, അവൾ ഭയങ്കര അഹങ്കാരിയാണ് ആ പെണ്ണ്, നീ എന്തിനാ അവളുടെ ഭാഗം പിടിക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയും അവൾ പാവം പെണ്ണല്ലേ എന്നൊക്കെ നീ പറഞ്ഞിട്ടല്ലേ, ഇപ്പോഴെന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴും ഇവൾ പറയുന്നുണ്ട് അവൾ എന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് ഈ കാശ് തന്നില്ല, എന്തായാലും ഇത് ശ്രീകാന്തിൻ്റെ കൈ കൊണ്ടേ കൊടുത്തേക്ക് എന്നൊക്കെ പറയുകയാണ്. അത്രയും കാരണം അത്രയും നാണം കെട്ടുവിള് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തോണം. അങ്ങനെ അവനാകെ ഇങ്ങനെ എന്താ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ജോലിക്കാർ ആ പാതിരാക്കിയൊക്കെ നല്ല അടിയൊക്കെ ഉണ്ടാക്കുന്നു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിൽ രേവതിയുടെ അമ്മയും അനിയത്തിയും കിടന്നിറങ്ങുമ്പോൾ ഡോറിൻ്റെ മുകളിൽ ശക്തമായിട്ട് ഇങ്ങനെ അടിക്കുകയാണ് വാതിൽ. അപ്പോൾ കുറേ പ്രാവശ്യം അടിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ നീച്ച് ചോദിക്കും ആരാണ് ഈ വാതിലടിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ ഇവർക്ക് പലിശ പൈസ കൊടുക്കണ ഒരുത്തണ്ടല്ലോ, അവനാന്നാണ് വിചാരിച്ചത്, ഗംഗാനന്ദൻ എന്തോ പറയും. അപ്പോൾ അവനാണോ വാതിൽ മുട്ടുന്നത് എന്ന് നോക്കും. പിന്നെ അടിക്കുമ്പോൾ സമയം എന്തായി നോക്കുമ്പോൾ 5 മണി, വെളുപ്പിന് 5 മണിയായിരുന്നു. 5 മണിയാണ് പറയും. അപ്പോഴേക്കും ഇവരുടെ മോൻ വാതിൽ വന്ന് തുറക്കുക. അപ്പോൾ പറയും മോനെ തുറക്കാൻ വരട്ടെ, ആരാന്നറിയില്ലല്ലോ, നമ്മളെന്തെങ്കിലും ഇല്ലാണ്ട് പിന്നെ കയ്യിൽ വടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയി വാതിൽ തുറക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ അവർ 3 ആളും മറ്റേ ആ പയ്യൻ രേവതിയുടെ അനിയൻ വലിയൊരു ഇരുമ്പ് വടിയും അനിയത്തി ഒരു സ്പൂണും ഒരു കയ്യിലും അമ്മ ഒരു വർഗ്ഗങ്ങളിലേക്ക് പോയിട്ട് വാതിലുറക്കുമ്പോൾ സച്ചിയാണ്. അപ്പോൾ സച്ചിനെ കണ്ടു ഇതെന്താ സച്ചിയായിട്ട് അറിയാം, അയ്യോ കൊല്ലല്ലേ ഞാനാണ് സച്ചിയാണ്, ഇതെന്താ നിങ്ങളെല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയും നീ എന്താ മോനെ ഈ നേരത്തെ അറിയുമ്പോൾ അതൊക്കെ ഉണ്ട്, റിമോ അകത്തേക്ക് വാന്നറിയും. അപ്പോൾ ഇതെന്താ നിങ്ങൾ വടിയും കുന്തൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ ആ ഗംഗാനന്ദനാണെന്നാണ് വിചാരിച്ചെന്ന് പറയും. അവനൊക്കെ ഞാൻ അടിച്ചു ഒതുക്കി പോലീസ് സ്റ്റേഷനിലാക്കിയില്ലേ, അവനൊന്നും വരില്ല, ഇനി അതൊന്നും പേടിക്കൊന്നും വേണ്ടെന്നറിയും. പിന്നെ മോനെന്ത് ഈ നേരത്തേക്കും നമുക്കൊരിട വരെ പെട്ടെന്ന് വേണം, നിങ്ങൾ വേഗം കുളിച്ച് എല്ലാവരും ഫ്രഷായിട്ട് ഒരു ഫംഗ്ഷനെ അറ്റൻഡ് ചെയ്യുന്ന പോലെ എല്ലാവരും കുളിച്ച് വാന്ന് പറയും. അപ്പോൾ പറയും മോനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് വാന്ന് പറയും. അപ്പോൾ പറയും എന്താണെന്ന് വയ്ക്കും, ചെല്ല് പറയും, വേഗം ചെല്ല് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് അമ്മയും മോളും അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു ലിസ്റ്റ് എടുത്ത് കൊടുക്കും അനിയൻ്റെ അടുത്ത്, നീ പോയിട്ട് ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം, പിന്നെ ആ പൈസയും കൊടുക്കും, ഈ പൈസയും കൊടുക്കും, എന്താ നീ സാധനങ്ങൾ. അപ്പോൾ ഇത് എന്തിനായിട്ടാണ് വയ്ക്കുമ്പോൾ ഉണ്ട്, നീ ആ പാലത്തിൻ്റെ ചോട്ട് താഴെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുന്നുണ്ട്, നീ അത് കിട്ടിയിട്ട് ഞാനൊരു നമ്പർ തരാം, അതൊക്കെ വിളിച്ചാൽ മതി, അവനെല്ലാം ശരിയാക്കിക്കോളും എന്നൊക്കെ പറയും. അപ്പോൾ ഇവങ്ങനെ മടിച്ച് നിൽക്കുക. അപ്പോഴേക്കും അനിയത്തി വന്നിട്ട് എന്താ നോക്കട്ടെ ലിസ്റ്റ് പറയുമ്പോൾ നീ നോക്കട്ടെ നീ പെട്ടെന്ന് പോയി ഡ്രസ്സ് ചെയ്ത് പെട്ടെന്ന് വരാൻ നോക്ക് എന്നൊക്കെ പറയുകയാണേ. അതിൽ അവൾ പറയും എന്താ സച്ചിട്ട് എന്താ കാര്യം എന്ന് പറയൂ, എന്താ നമുക്ക് അറിയാണ്ട് എന്താ ചെയ്യുക എന്നറിയാം, അതൊക്കെ ഉണ്ട്, നീ പോയിട്ട് നിങ്ങൾ പോയി വേഗം കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ ഇവരുടെ നീ നിൽക്കണ്ട നീ പോടാ എന്ന് പറഞ്ഞിട്ട് അവനെയും പറഞ്ഞേക്കും. നീ ഒരു കാര്യം ചെയ്യുക, അനിയത്തിയോട് പറയും നീ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കാരുടെയും കൂട്ടുകാരുടെയൊക്കെ പൂമാല കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ ഫോൺ നമ്പർ ഇങ്ങോട്ട് താ എന്ന് പറയും, ഇപ്പോൾ തന്നെ അയക്കും, ഞാൻ അവരൊക്കെ വിളിക്കണം എന്ന് പറയും. എന്താ കാര്യമൊന്നും പറയില്ല, അതൊക്കെ ഉണ്ടെന്ന് അതിന് പറയുള്ളൂ. അപ്പോൾ ഓക്കെ എന്നിട്ട് അവന് പിന്നെ ഫോൺ പിടിച്ച് എങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ കാണുന്നത് ഇവരെന്തായാലും അമ്മയും മകളൊക്കെ കുളിച്ചൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള വേഷമൊക്കെ ആയിട്ട് ഇവൻ്റെ കൂടെ കാറിൽ പോകുന്നത്. അപ്പോൾ പറയും അല്ല സച്ചിട്ടാ എന്താ പ്രശ്നം, സച്ചിട്ടന് എന്തെങ്കിലും പറ്റുമോ നോക്കിയപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്നറിയും. പിന്നെന്താ അറിയും, അതൊക്കെ ഉണ്ട് ഒരു സർപ്രൈസാണ്, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നറിയും. അല്ല നീ മിണ്ടിക്കോ, പക്ഷെ അതല്ല ഞാനൊന്നും പറയൊന്നുമില്ല എന്നറിയും. അപ്പോൾ എങ്ങോട്ടാണ് പോണത് അതൊക്കെ ഉണ്ടറിയും. അല്ല ഇനിയിപ്പോൾ വേറെ ഓട്ടം കിട്ടാഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകണോ എന്ന് ചോദിക്കും. ഓട്ടം കിട്ടാഞ്ഞിട്ട് കൊണ്ടുപോകുന്നല്ല, നിങ്ങൾ എന്താ എനിക്ക് ഓട്ടമൊക്കെ ഉണ്ട്, ഓട്ടം കിട്ടാഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയും. പിന്നെ എന്താ സച്ചിട്ടാണ് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ 3 പേരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഒരു ഫ്ലവർ ഷോ, ഒരു ഫ്ലവറിൻ്റെ ഒരു പൂക്കട സ്വന്തമായിട്ട് നമ്മളുടെ ചന്ദ്രമധുരി ഫ്ലവേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു പൂക്കട നമ്മൾ രേവതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സച്ചി ഒരുക്കി കൊടുക്കുന്നതാണ്. കാരണം രേവതിക്ക് ജോലിയൊന്നുമില്ലല്ലോ, അപ്പോൾ അവളുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സച്ചി ഭാര്യയുടെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല കഥയാണ് ഇന്നത്തെ കഥ, രസമൊക്കെ ഉണ്ട്, നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ രേവതിയുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ മഹാവിഷമാണ് കേട്ടോ, അവളുടെ ഒന്നിനൊരു കെൽപ്പില്ലാത്തൊരു പെണ്ണ്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് നല്ലൊരു സ്റ്റോറി. ഇന്നത്തെ ആരും മിസ് ചെയ്യേണ്ട ചെമ്പനീർ പൂവ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ കഥയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും ഷെയറും അതുപോലെ ലൈക്കും ഒക്കെ തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എൻ്റെ ചാനലിൽ, രാധാസ് ഫാമിലി കിച്ചണിൽ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വേറെ വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റും പറയണേ, പറ്റുമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു.